നോക്കണ്ട. എന്തോ കാര്യമുണ്ട്. உடம்பு முடியாத கேசுக்கு சூடு காஃபி. കേശുവിന് ഉടമ്പ് മുടിയത്തില്ലെന്നോ? ஆமாம்மா. വയ്യാത്തത് ലച്ചുനല്ലയോ? இல்லம்மா கேசுக்கு தான் தொண்டவலி சொன்னா நான் புடிச்சுக்கோ. എനിക്ക് തൊണ്ടവലി അമ്മൂമ്മ, എനിക്ക് തൊണ്ട വേദന, ടോൺസിലൈറ്റിസ്. ചേച്ചിക്ക് പനി, ശിവചേച്ചിക്ക് ജലദോഷം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കൂടുതലുള്ള എല്ലാവർക്കും പനി. ഈ കാപ്പി ഞങ്ങൾ 3 പേരുടെ കുടിച്ചോളാം. എന്നാ ശിവ ചേച്ചി കാപ്പി തരാവേ. അതെ, പനി കുറവില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. ഇപ്പോഴത്തെ പനിയാ, വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക്. കൊറേ നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. എന്തായാലും നിങ്ങളൊക്കെ അങ്ങോട്ട് പോ, ഞാൻ ചേച്ചിയുടെ കൂടെ ഇരുന്നോളാം. എന്താ? അതമ്മ ഇപ്പോഴത്തെ പനിയൊക്കെ അല്ലേ, നല്ല മേലുവേദനയൊക്കെ കാണും. അതുകൊണ്ട് വേദനിച്ച് അമ്മയെന്ന് വിളിച്ചതായിരിക്കും അല്ലേ ചേച്ചി? കണ്ട അതെ. എന്നാ അമ്മൂമ്മ ചെല്ല്. മറ്റേ ഈ മറ്റേ എന്താ അമ്മൂമ്മ? ഒന്നുമില്ല. ഓക്കെയല്ലേ? ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നോ? കണ്ടില്ലേ? ഇതെപ്പ ഇവിടെ എത്തി? നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു പിള്ളേരെ? ഞാനാണെങ്കിൽ ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് മനുഷ്യന്റെ വേറിറങ്ങി. അത് ഞങ്ങൾ പിന്നെ ഫ്രണ്ട് വീട് വരുന്ന പോയതാ. ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ കിടക്കാൻ പറ്റിയ സമയം. ചേച്ചിക്ക് ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയതാണ്. എന്തെന്നാ? അടിക്കണ കേശു വാ. എന്തോന്നത്? ചേച്ചി ഇത് ആഫ്റ്റർ ഷേവ്. നീറോ നീറാനാ ഇതടിച്ചാല ആദ്യൊരു ചെറിയ ഉറുമ്പടിക്കണ വേദന ഉണ്ടല്ലോ, അതേപോലെ ഒന്ന് വരും. പിന്നെ ഫുള്ള് ഭയങ്കര തണുപ്പാ. വേദനയോടെ പോവും. കുറച്ചടിച്ചാ മതി. കുറച്ചടിക്കുള്ളൂ. പിന്നെ പയ്യെ പയ്യെ. സോറി. പിന്നെ കാലനക്കാൻ നിക്കണ്ട കേട്ടോ. അത്രയൊന്നും നീർത്തൊന്നുമില്ല. എന്താ എന്താ പിള്ളേരെ ഇവിടെ? എന്താ என்ன சத்தம்? പനിച്ച് വേർച്ചു വിളിച്ചതാ. ലച്ചു, കുറവില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. പോവാം. லிச்சு, என்ன நீ பொதுப்பெல்லாம் வாயில போட்டுட்டு இருக்க? കനാൻഡി, ഈ തണുപ്പൊക്കെ അല്ലേ, അപ്പൊ തണുപ്പ് അകത്തോട്ട് പോകാതിരിക്കാനും ചൂട് പുറത്തോട്ട് പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ അടച്ചു വെച്ചാ തുറന്നു വിടാ. എന്തായാലും അവളൊന്നും കഴിച്ചില്ലല്ലോ. എന്നാ ബാ വല്ലതും കഴിക്കാം. എനിക്കിപ്പോ വേണ്ട അമ്മൂമ്മ, ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ട അമ്മൂമ്മ, ഇങ്ങോട്ട് മാറ്. അല്ല കഞ്ഞി കൊണ്ടുവന്ന് കൊടുത്താൽ മതി. കഞ്ഞി മക്കളെ എണീറ്റ് വാ, വല്ലതും കഴിക്കാം. ബാ. അമ്മൂമ്മക്ക് എന്തോന്നാണ് ചേച്ചി ഇവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. അമ്മൂമ്മ ചെല്ല്. എന്തിനാ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നേ? അല്ല ശരിക്കും ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്താ? ഒരു പ്രശ്നമില്ല, എനിക്ക് ഇത്ര സമാധാനത്തോടെ ഇരുന്നാ മതി. അമ്മൂമ്മ പോ. ഒരു വക പറഞ്ഞാ കേക്കത്തില്ല. എന്തെങ്കിലും പറയാമെങ്കിൽ അമ്മൂമ്മ പോ. നിനക്ക് വേണമെങ്കിൽ കഴിക്കും, ഞാൻ എന്റെ പാട്ടിന് പോവാ. லிச்சு, உனக்கு எழுந்திருக்கவே முடியலையா? അങ്ങനെയൊന്നുമില്ല ആന്റി, ഞാൻ ഓക്കെയാണ്. ആന്റി പോയി കഞ്ഞെടുത്തോണ്ട് വാ. என்ன பாரு இது திட்டி மாதிரி பேசுற? ആന്റി പോയി കഞ്ഞെടുത്തോണ്ട് വാ. നീറ്റിലുണ്ടായിരുന്നല്ലേ? ഞാനിവിടെ നിന്നാ ശരിയാവില്ല. കാല് സൂക്ഷിച്ച്. മതി സഹായിച്ചിടത്തോളം. ശരി, പപ്പ് ഇട്ടരാ. നിക്ക്. ഒന്ന് വീട്ടാ ശിവ. മാറൂടെ, ചേച്ചി സഹായിച്ചോളൂ. പൊന്നു മാറോ. കൊന്നതിനെ ഒന്നും പറ്റിയില്ല. ഒന്ന് പോയി തരൂ. വിട്ടേ, ഞാൻ ഇരിക്കോളാം. ഓ ശരി.
ഡേയ് പാറു, നിന്നോടൊന്ന് കൈ പിടിച്ച് സഹായിക്കാനാണ് പറഞ്ഞത്, തള്ളിയിട്ട് കൊല്ലല്ല. ചേച്ചിയുടെ പുക കണ്ടേ അടങ്ങുള്ളൂല്ലേ? ചേച്ചി എന്ത് ഇവിടെ വന്നിരുന്നേ? ഏ? അവിടെ പോയി കിടക്ക് ചേച്ചി. വേണ്ട, പോയി കിടക്ക് ചേച്ചി. കിടക്കുമ്പോഴൊക്കെ നല്ല വേദന. പിന്നെ എങ്ങനെ വേദന എടുക്കാതിരിക്കും? കാല് മുറിഞ്ഞില്ലേ? അയ്യോ, പുതിയ അറിവാണല്ലോ. രാത്രിയാണ് വേദന കൂടാൻ പോകുന്നത്. പാറു മിണ്ടായിരുന്നു നീ. ആഹാ, ഓ, എവിടെയായിരുന്നു സഹോദരങ്ങൾ രണ്ടെണ്ണം? ചേച്ചി ഇപ്പൊ എവിടെ എത്തിയത്? ഞങ്ങളെ ചുമ്മാ ബോറടിച്ച സമയത്ത് പുറത്തു വരെ പോയതാ. നിങ്ങൾക്ക് പിന്നെ ബോറടിക്കുമ്പോ പുറത്തു പോവാം, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാം. നമുക്ക് മാത്രം ബോറടിച്ചു കഴിഞ്ഞാൽ റൂമിൽ തന്നെ ഇരിക്കണം, സംസാരിക്കാനും ആരില്ല. അല്ല ചേച്ചി ഇത് എന്തുദ്ദേശിച്ചിട്ടാ? വീട്ടിലുള്ള എല്ലാവരും അറിയിക്കുമ്പോ സമാധാനാവോ? പിന്നെ എത്ര നേരം പറഞ്ഞ മുറി തന്നെ കുത്തിരിക്കണത്? എന്നെ കൊണ്ടൊന്നും വയ്യ. ചേച്ചി ഇന്നിപ്പോ ദിവസം കഴിയാറായി. ഇനിയിപ്പോ നാളത്തെ ഒരൊറ്റ ദിവസം കൂടെ ഒന്ന് പിടിച്ചു തന്നാ മതി. പിന്നെ മറ്റന്നാളെ ആകുമ്പോഴത്തേനും ചേച്ചിയുടെ കാലിലെ കാര്യത്തിൽ തീരുമാനമാവും. കരിയും ഉണങ്ങുമെന്ന്. ചേച്ചി, നമ്മളെ ചേച്ചിയുടെ കൂടുണ്ട്. എന്നിട്ട് കൂടെ കാണാനില്ലല്ലോ, പറച്ചില് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ട്. എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ചേച്ചി, ചേച്ചിക്ക് ഇന്ന് നല്ല ഉറക്കം വേണം. അതുകൊണ്ട് ചേച്ചി ഒറ്റയ്ക്ക് കിടന്നാൽ മതി. ആ, ഞാൻ അമ്മമ്മയോടൊപ്പം കിടക്കാം. അപ്പൊ ഫുൾ ബെഡ് ചേച്ചിക്ക് കിട്ടും. അതെ, ഒന്നാമത് വയ്യാതിരിക്കുകയാണ്. ഈ വേദന കാരണം എന്തായാലും ഇന്നത്തെ രാത്രി എന്റെ ഉറക്കം പോവും. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനൊന്നും വയ്യ. എനിക്ക് ആരെങ്കിലൊക്കെ സംസാരിക്കാൻ വേണം. പാറ കൂടെ കിടക്കുമല്ലോ. ഞാനാ അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? ഓ, നിങ്ങൾ രണ്ടുപേരും അങ്ങ് മുങ്ങിയതാണല്ലേ? അല്ല മക്കളെ, അങ്ങനെയല്ല. എന്തായാലും ചേച്ചിയുടെ ഉറക്കം രാത്രി പോവും. രാവിലെ പിന്നെ ക്ഷീണമെന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങാൻ എത്ര വേണമെങ്കിലും സേഫ്. പകലും കാണും വേദന. പക്ഷേ ഈ രാത്രി ഉറങ്ങാതിരിക്കുമ്പോ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. അപ്പൊ ആ ക്ഷീണം കാരണം ബോധം കെട്ടം കുറേ പോകും, വേദന ഒന്നും അറിയില്ല. നാളെ ആവുമ്പോ അറിയാം കാല് പഴുത്തോ ഇല്ലയോ ഒന്ന്. പഴുക്കാനാ? പഴുക്കത്തൊന്നും ഇല്ല ചേച്ചി, ചുമ്മാ അവൾ ഓരോന്ന് പറയുന്നതാ. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണം അല്ലേ? എന്ത് കാല് പഴുക്കണതോ? പഴുക്കാനും പഴുക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. ചേച്ചി മിഠായി അടി ഇന്നാ ഉള്ളിൽ കഴിപ്പിക്കല്ലേ? പറഞ്ഞ ചേച്ചി, വേദന കാണും, സഹിച്ചേ പറ്റുള്ളൂ. ജീവിതം എന്നുള്ളത് അനുഭവിക്കാനുള്ളതാണ്, അനുഭവിക്കണം. കഷ്ടപ്പാടുകളാണ് ചേച്ചി. ആഹാ, മക്കൾ ഇവിടെ ഒരു ഇരിപ്പുണ്ടായിരുന്നോ? ഇതാണ്ടേ എന്റെ പൊന്നു മോള് കഞ്ഞി കുടിച്ചാട്ടെ. കുടിക്ക്. എനിക്ക് കഞ്ഞി വേണ്ട. എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ஆமா அம்மா, முன்னாடி அந்த மாதிரி தான் இருந்தது. എന്തോ വേദന സഹിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്ത് വേദന സഹിക്കാൻ? അതിനെന്ത് വേദന? ഒരു വേദനയും ഇല്ല. ചേച്ചി ചുമ്മാ ചിരിച്ചോണ്ടൊക്കെ ചില്ല് ചെയ്തിരിക്കുക അല്ലേ ചേച്ചി? മക്കളെ, തലവേദന ഉണ്ടോ? ഈ മുഖത്തോട്ട് നോക്കിട്ട് തലവേദന ഉള്ള പോലെ തോന്നുന്നുണ്ടോ? ചിരി 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 ശരി ചേച്ചി, അങ്ങോട്ട് കണ്ടാ? അതെ, ചിരിച്ചു. എല്ലാവരും ചിരിക്കുന്നത്. ചിരിച്ച അങ്ങോട്ട് അമ്മൂമ്മയ്ക്ക് അറിയോ, ഞങ്ങള് കുറച്ചു മുന്നേ അമ്മൂമ്മ എടുത്ത് പറയാതെ മീൻ പിടിക്കാൻ പോയി ആ പാറമഴയുടെ അപ്പുറത്ത്. എന്നിട്ട് അന്നേരം കാലിലൊരു കുപ്പിച്ചില്ലിന്റെ കഷ്ണം കൊണ്ടുകയറി. അമ്മൂമ്മ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാ വഴക്ക് പറയുന്നത് ഇവര് പറഞ്ഞു. അതുകൊണ്ടാ പറയാതിരുന്നേ. അമ്മൂമ്മയ്ക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. ഒന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോ പ്ലീസ്. ഒന്ന് കൊണ്ടുപോ. അല്ല മമ്മ, അങ്ങനെ ആശുപത്രി കൊണ്ടുപോകാൻ മാത്രമൊന്നും ഇല്ല അല്ലേ ചേച്ചി? തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.